പത്തനംതിട്ട കൊടുമണ്ണിലെ വിവാദ ഓട വിഷയത്തിൽ റവന്യൂ വകുപ്പിന്റെ സർവേ നടപടികൾ ഇന്നും തുടരും. കഴിഞ്ഞ ദിവസം മന്ത്രി വീണ ജോർജിന്റെ ഭർത്താവ് ജോർജ് ജോസഫിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് ഓഫീസിന് മുന്നിൽ റോഡിന്റെ വീതി അളക്കാൻ ശ്രമിച്ചത് സംഘർഷത്തിൽ കലാശിച്ചിരുന്നു. അതേസമയം തന്റെ കെട്ടിടത്തിന് മുന്നിൽ റോഡിന്റെ വീതി അലൈൻമെന്റ് പ്രകാരമുള്ള 12 മീറ്റർ തന്നെയാണെന്ന് മന്ത്രി വീണ ജോർജിന്റെ ഭർത്താവ് ജോർജ് ജോസഫും വ്യക്തമാക്കി. പ്രവീൺ പുരുഷോത്തമൻ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. പ്രവീൺ, വെരി ഗുഡ് മോർണിംഗ്. ഇന്നിപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഇന്നലെ ജോർജ് ജോസഫ് കോൺഗ്രസിന്റെ ഓഫീസിന്റെ മുന്നിലെ ഓടയും റോഡിന്റെ നീളവും വീതിയൊക്കെ അളന്നിട്ടുണ്ട് എന്നാണ്. ജോർജ് ജോസഫ് അളക്കുന്നു എന്നത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇന്നലെ കോൺഗ്രസുകാർ ചോദിച്ചതും അതാണ്. റവന്യൂ അധികൃതർ അളക്കുന്നതിനകത്തൊരു കാരണമുണ്ട്, അത് മനസ്സിലാക്കാം. ജോർജ് ജോസഫ് ഈ ടേപ്പുമായിട്ട് പോയി എന്തിനാണ് കോൺഗ്രസിന്റെ ഓഫീസ് അളക്കാൻ പോകുന്നത് എന്നൊരു ചോദ്യം പ്രസക്തമാണ്. പക്ഷേ നമ്മളും കൂടി അളക്കാൻ പോവുകയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രവീണിന്റെ കയ്യിൽ ടേപ്പ് ഉണ്ടെന്ന് തോന്നുന്നു. എന്താണെന്ന് പ്രവീണിന്റെ ഉദ്ദേശം? ഗുഡ് മോർണിംഗ് അരുൺ. ഈ ഒരു പത്തനംതിട്ട കൊടുമണ്ണിലെ ഓട വിഷയം അത് രാഷ്ട്രീയപരമായി മാറി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കഴിഞ്ഞ ദിവസം ഈ മേഖലയിൽ ചെറിയ സംഘർഷമൊക്കെ ഉണ്ടായിരുന്നു. മന്ത്രി വീണ ജോർജിന്റെ ഭർത്താവ് അരുൺ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസ് ഓഫീസിന്റെ മുൻവശത്ത് റോഡിന്റെ വീതി അളക്കാൻ പോയതാണ് പ്രശ്നങ്ങൾക്കെല്ലാം തുടക്കമിട്ടത്. പിന്നീട് കോൺഗ്രസ് പ്രവർത്തകരും നേതൃത്വവും ഒക്കെ ചേർന്ന് അത് തടയാൻ ശ്രമിച്ചു. ഇവിടെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് റോഡിന്റെ വീതി എത്ര മീറ്ററാണ് എന്നുള്ളതാണ്. അലൈൻമെന്റ് പ്രകാരം റോഡിന്റെ വീതി 12 മീറ്ററാണ് അരുൺ. അതായത് രണ്ട് റോഡിന്റെ ഇരുവശത്തും ഓടകൾ ഉൾപ്പെടെ 12 മീറ്ററാണ് എന്നുള്ളത്. യഥാർത്ഥത്തിൽ ഈ മന്ത്രി വീണ ജോർജിന്റെ ഭർത്താവിന്റെ ജോർജ് ജോസഫിന്റെ ഉടമസ്ഥയുള്ള കെട്ടിടത്തിന് മുന്നിലെ റോഡിന് ആ വീതി ഉണ്ടോ എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. യഥാർത്ഥത്തിൽ ആളുകൾക്കെല്ലാം ഒരു സംശയമുണ്ട്. മന്ത്രിയുടെ ഭർത്താവായതിനാൽ ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ച് ഏതെങ്കിലും രീതിയിൽ അലൈൻമെന്റിൽ മാറ്റം വരുത്തിയോ എന്ന് ഒരു ആരോപണം, അതാണ് പ്രധാനമായും കോൺഗ്രസ് ഉന്നയിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇവിടെ റോഡിന് എത്ര മീറ്റർ വീതി ഉണ്ട് എന്നുള്ളത് നമുക്കൊന്ന് അളന്നു നോക്കാം. ഇപ്പോൾ ടേപ്പ് നമ്മളുടെ കയ്യിലുണ്ട്. അതായത് ഞാനിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ട കൊടുമൺ സ്റ്റേഡിയത്തിന്റെ തൊട്ട് എതിർവശത്താണ്. അതായത് ഈ മതിലിനാണ് റോഡിന്റെ എഡ്ജായിട്ട് അധികൃതർ പറയുന്നത്. അവിടെ മുതൽ നമുക്ക് ഇതിന്റെ എതിർവശത്തുള്ള ജോർജ് ജോസഫിന്റെ കെട്ടിടത്തിന് മുന്നിലെ ആ റോഡിന്റെ ഭാഗത്തേക്ക് എത്ര മീറ്റർ വീതി ഉണ്ടെന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. 12 മീറ്റർ വീതി. അതായത് പ്രവീൺ ഇപ്പോൾ പറയുന്നത് മറുഭാഗത്തുള്ള ഈ സ്റ്റേഡിയത്തിന്റെ ഇപ്പോൾ അളന്നു തുടങ്ങുന്ന പ്രദേശം, എനിക്കൊരു അളന്നു തുടങ്ങുന്ന പ്രദേശത്തിന് അങ്ങേ അറ്റത്ത് നിൽക്കണം ടേപ്പിന്റെ ഒരറ്റം അല്ലേ? അതെ അതെ, ടേപ്പിന്റെ ഒരറ്റം അതിർത്തിയായിട്ടുള്ള കൊടുമൺ സ്റ്റേഡിയത്തിന്റെ മതിലാണ്. അവിടെയാണ് പൊതുമരാമത്ത് അധികൃതർ ഈ റോഡിന്റെ അതിരായിട്ട് നിശ്ചയിച്ചിരിക്കുന്നത്. അവിടെ നിന്നും എത്ര മീറ്റർ എതിർവശത്തേക്കുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അപ്പോൾ നമുക്കതൊന്ന് പരിശോധിച്ചേക്കാം. ഓട ഉൾപ്പെടെയാണ് 12 മീറ്റർ എന്നുള്ളത്. അപ്പോൾ ഓടയുടെ ആ വശത്തേക്കാണ് നമ്മൾ ഈ ടേപ്പ് വലിക്കുന്നത്. ഓടയുടെ ഇവിടെ തീർച്ചയായിട്ടും അത് സൂക്ഷിക്കുന്നുണ്ട്. ഓട ഉൾപ്പെടെ ഇവിടെ നമ്മളിപ്പോൾ നോക്കിയപ്പോൾ 14 മീറ്ററാണ് കാണിക്കുന്നത്. അതായത് ഓടയുടെ ഈ എഡ്ജിൽ 14 മീറ്റർ വരെ ഇവിടെ കാണിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ പദ്ധതി പ്രകാരം 12 മീറ്ററാണ് റോഡിന് വീതി വേണ്ടത് എന്നാണ് അധികൃതർ പറയുന്നത്. അപ്പോൾ ഈ എതിർവശത്തു നിന്നും ഈ ഭാഗത്തേക്ക് അതെ ഓടയടക്കം 14 മീറ്റർ എന്നുള്ളതാണ് കാണിക്കുന്നത്. ഓടയടക്കം 14 മീറ്റർ എന്നുള്ളതാണ് ഇപ്പോൾ കൃത്യമായിട്ട് നമുക്ക് ഈ കണക്കിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് നമ്മൾ പൊതുമരാമത്ത് അധികൃതരുമായി സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് റോഡിന്റെ ഇരുവശത്തും ഓടകളുണ്ട്. അത് ഏകദേശം 1.5 മീറ്റർ വെച്ച് 3 മീറ്ററും ബാക്കി 9 മീറ്റർ ആയിരിക്കും റോഡിന്റെ വീതി എന്നാണ് പറയുന്നത്. പക്ഷേ നാം ഇപ്പോൾ അളന്നപ്പോൾ കൃത്യമായും 14 മീറ്റർ ഓട ഇരിക്കുന്ന വശത്തേക്ക് കാണിക്കുന്നുണ്ട്. ഇവിടെ ഏറ്റവും വിവാദമായിട്ടുള്ളത്, ഇനി നമ്മൾ കുറച്ചുകൂടി ഇങ്ങോട്ട് ഇത് വലിച്ചു കഴിഞ്ഞാൽ, അതായത് 17 മീറ്റർ വീതിയിലാണ് ഈ അലൈൻമെന്റ് പ്രകാരം ഇവിടെ ഉള്ളത്. അതായത് 17 മീറ്റർ വീതിയിലേക്ക് എടുത്തിട്ടിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ അളന്നപ്പോൾ കൃത്യമായും റോഡിന്റെ ഒരു വശത്തു നിന്നും ഈ ഓട വരെ 14 മീറ്റർ ഉണ്ട് എന്നുള്ളത്. ഇന്നലെ മന്ത്രി വീണ ജോർജിന്റെ ഭർത്താവ് ജോർജ് ജോസഫ് ആവർത്തിച്ച് വ്യക്തമാക്കിയത് തന്റെ കെട്ടിടത്തിന് മുൻവശം അലൈൻമെന്റ് പ്രകാരമുള്ള 12 മീറ്റർ വീതി ഉണ്ട് എന്നുള്ളതാണ്. നമ്മളിപ്പോൾ അളന്നപ്പോൾ അത് നമുക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. ഈ പണി നമ്മൾ ഈ പറയുന്ന വിവാദങ്ങളൊന്നും ഉണ്ടാകുമായിരുന്നില്ലെന്ന് തോന്നുന്നു പ്രവീൺ. അപ്പോൾ അതുകൊണ്ട് എനിക്കൊന്ന് തൽക്കാലം ഇനി എല്ലാവരും കടയടച്ച് വീട്ടിൽ പോക്കോ എന്ന് പറയുന്നത് പോലെയാണ്. ഇപ്പോൾ ജോർജ് ജോസഫ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വാസ്തവമാണ് എന്നുള്ളത് തെളിഞ്ഞിരിക്കുന്നു ഈ കാര്യത്തിൽ. അതായത് തൻ്റെ കെട്ടിടത്തിന് മുന്നിൽ റോഡിനുള്ള വീതി 12 മീറ്ററിലും കവിഞ്ഞ് 14 മീറ്റർ ഉണ്ട്. നമ്മളുടെ അളവിൽ ആ ഓട വരെ 14 മീറ്റർ ഉണ്ട്. ഇനി ഏകദേശം ഒരു 2 മീറ്ററോളം ഉണ്ടാവും അല്ലേ? ഇപ്പോൾ പ്രവീൺ നിൽക്കുന്ന പ്രദേശത്ത് ആ ഓട മുതൽ ഈ കെട്ടിടത്തിന്റെ ഫൗണ്ടേഷനും അതിന്റെ കാർ പാർക്കിംഗ് നിൽക്കുന്ന പ്രദേശം അടക്കം കൂടി നോക്കിയാൽ 2 മീറ്റർ കൂടി ഉണ്ടാവും. അപ്പോൾ ഒരു 16 മീറ്റർ നിലവിൽ ഈ റോഡ് വീതി ഉണ്ട്
ഈ കെട്ടിടത്തിന്റെ. അപ്പോൾ അലൈൻമെന്റ് മാറ്റേണ്ട ഒരു സാഹചര്യമില്ല. അരുൺ, കൃത്യതയ്ക്ക് വേണ്ടി ഞാൻ ഒന്നുകൂടി പറയാം. അതായത് 17 മീറ്റർ വീതിയിലാണ് ഇവിടെ റോഡ് വികസനത്തിനായിട്ട് സ്ഥലം ഉള്ളത്. പക്ഷേ അധികൃതർ അത് 12 മീറ്റർ മാത്രമേ ഇപ്പോൾ ഉപയോഗിച്ചിട്ടുള്ളൂ. ബാക്കി 5 മീറ്റർ കൂടി ബാക്കിയുണ്ട് എന്നാണ് അധികൃതർ പറയുന്നത്. അതായത് നാമിപ്പോൾ അളന്ന ഈ 14 മീറ്റർ ഓട കഴിഞ്ഞ് ബാക്കി കണക്ക് നോക്കുമ്പോൾ 3 മീറ്റർ കൂടി കുറച്ചുകൂടി ബാക്കിയുണ്ട്. പക്ഷേ അതിനകത്തൊരു പ്രശ്നമുള്ളത് സ്ഥലത്ത് അതുകൂടി നമുക്ക് അതെ 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 3 മീറ്റർ കൂടി ഉണ്ടോ എന്നുള്ളതാണ് ഇതിനകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നാം ഈ രീതിയിൽ ഇപ്പോൾ അളക്കുമ്പോൾ ഇവിടെ മഴയാണ്, കുറച്ച് ബുദ്ധിമുട്ടുണ്ടോ നോക്കുന്നതിന്. എങ്കിൽ പോലും നാം നോക്കുമ്പോൾ 14 മീറ്ററും കഴിഞ്ഞ് 3 മീറ്ററോളം വീതി അത് കൃത്യമായിട്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. 14 കഴിഞ്ഞ് ഇപ്പോൾ അതിൻ്റെ അങ്ങേ ആ അറ്റം മുതൽ നമ്മൾ നോക്കുമ്പോൾ 14 കഴിഞ്ഞ് 2 മീറ്റർ കൂടി നമുക്ക് ഏകദേശം കാണാൻ സാധിക്കുന്നുണ്ട്. 2-2.5 മീറ്ററോളം ഇങ്ങോട്ടേക്ക് ടേപ്പ് നമുക്ക് വലിക്കാൻ സാധിക്കുന്നത്. അതിനർത്ഥം 17 മീറ്റർ വീതിയിൽ തന്നെയാണ് ഇവിടെ സർക്കാരിൻ്റെ ഭൂമിയുള്ളത്. അതിൽ 12 മീറ്റർ മാത്രമാണ് ഇപ്പോൾ അധികൃതർ റോഡ് നിർമ്മാണത്തിനായി ഓടയുൾപ്പെടെ ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷേ ഒരു പ്രശ്നമുള്ളത്, നിലവിലെ ഈ അലൈൻമെന്റ് പ്രകാരം 12 മീറ്റർ എന്നുള്ളത് തന്നെയാണ് ഈ പദ്ധതി. പക്ഷേ ബാക്കിയുള്ള 5 മീറ്ററിൽ എന്തെങ്കിലും നിർമ്മാണ പ്രവർത്തികൾ നടത്തണമെങ്കിൽ ഇനി പുതിയ പദ്ധതി വെക്കണം. അതിന് സർക്കാരിന്റെ പ്രത്യേക അനുമതി വേണം. അവിടെ വേണമെങ്കിൽ നമുക്ക് നടപ്പാതയോ അല്ലെങ്കിൽ ബാക്കി ഓട വരെ 14 മീറ്റർ ഉണ്ട്. അത് കഴിഞ്ഞ് ഓട മുതൽ ഈ ജോർജ് ജോസഫിന്റെ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നതിന്റെ തൊട്ട് മുമ്പിലുള്ള ടൈലിട്ടിരിക്കുന്നത് വരെയുള്ള പ്രദേശം അത് ഏകദേശം ഒരു 3 മീറ്റർ ഉണ്ടോ എന്നതാണ് എനിക്കറിയേണ്ടത്. കാര്യം പ്രേക്ഷകർ നോക്കുന്നതും അതാണ്. അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് 2 മീറ്റർ ദൂരം ഓട മുതൽ ടൈലിട്ടിരിക്കുന്നത് വരെയുണ്ട്. പക്ഷെ 1 മീറ്ററിൽ ഓട ടൈലും ഇട്ടിട്ടുണ്ട് എന്നാണ്. അങ്ങനെയല്ലേ? അപ്പോൾ 17 മീറ്ററിൽ 16 മീറ്ററെ നമ്മൾ നിലവിൽ കാണുന്നു. അതായത് അതെ, ഇപ്പോൾ നമ്മൾ അളന്നപ്പോൾ നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധിച്ചത് 14 മീറ്ററാണ്. അത് കഴിഞ്ഞ് ഈ പറഞ്ഞ രീതിയിൽ 14 മീറ്റർ കഴിഞ്ഞ് 3 മീറ്റർ കൂടി നമുക്ക് അളന്ന് ഇങ്ങോട്ടേക്ക് എടുക്കാം. അതിന് വേറൊരു ഉദാഹരണം കൂടി ഉണ്ട്. ഇവിടെ ഈ ഒരു അതിർത്തി കല്ലിട്ടിട്ടുണ്ട്. അത് 15 മീറ്റർ ആണ് എന്നാണ് ജോർജ് ജോസഫ് പറയുന്നത്, മന്ത്രിയുടെ ഭർത്താവ് പറയുന്നത്. അതായത് നാം ഇപ്പോൾ ടേപ്പ് പിടിച്ച ആ മതിലിന്റെ വശത്തു നിന്നും 15 മീറ്റർ ദൂരെയാണ് ഈ കാണുന്ന സർവേ കല്ലിട്ടിരിക്കുന്നത്. അപ്പോൾ നാം നോക്കുമ്പോൾ ഇവിടെ നിന്ന് നാം അളന്ന സ്ഥലം അത് ഏകദേശം 1 മീറ്റർ മാത്രമേ വ്യത്യാസമുള്ളൂ ഈ ഓടയുടെ വശവും ഈ 15 മീറ്ററും തമ്മിൽ. അതായത് 14 മീറ്റർ നമ്മൾ അളന്നപ്പോൾ കണ്ടു, അവിടെ നിന്ന് 1 മീറ്റർ മാത്രം ഇങ്ങോട്ടേക്കുണ്ട്. ഇനി 3 മീറ്റർ ഇങ്ങോട്ടേക്ക് ഉണ്ട് എന്നാണ് നമ്മളുടെ കണക്ക് പ്രകാരം നമുക്ക് ബോധ്യമാകുന്നത്. പക്ഷേ അവിടെ ഇപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ ഇവിടെ ടൈലിട്ടിരിക്കുകയാണ്. പക്ഷേ മന്ത്രി വീണ ജോർജിന്റെ ഭർത്താവ് ജോർജ് ജോസഫ് ഇന്നലെ തന്നെ പറഞ്ഞത് ഈ 17 മീറ്റർ കഴിഞ്ഞ് തന്റെ പുരയിടത്തിലേക്ക്, അതായത് തന്റെ കെട്ടിടം നിൽക്കുന്ന ആ ഭാഗത്തേക്ക് ഇനിയും ഒരു പക്ഷേ വികസന പ്രവർത്തനം നടത്തുന്നതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും നിർമ്മാണ പ്രവർത്തനം നടത്തണമെന്നുണ്ടെങ്കിൽ താൻ സ്ഥലം വിട്ടുകൊടുക്കാൻ തയ്യാറാണ് എന്നും ഇന്നലെ ജോർജ് ജോസഫ് പറഞ്ഞിരുന്നു. റോഡ് വികസനം നടക്കുന്നത്, അതാണ് അവിടെ കാണേണ്ട ഭൂമി, അത് കൃത്യമായിട്ട് അവിടെ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് പ്രേക്ഷകർക്ക് സംശയമില്ലാതിരിക്കാൻ വേണ്ടി ഒരു കാര്യം കൂടി പറയുന്നു. ഇതിപ്പോൾ പ്രവീൺ പുരുഷോത്തമൻ ഈ മഴയത്തും ഈ ടേപ്പുമായിട്ട് ഇറങ്ങിയത് ഇന്നലെ അടക്കം വലിയ വിവാദങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്നു. മാത്രമല്ല റവന്യൂ അധികൃതർ ചെയ്യേണ്ട ജോലിയാണ് ഇപ്പോൾ പുരുഷോത്തമൻ എടുത്തുകൊണ്ടിരിക്കുന്നത്. വളരെ കൃത്യമായി പ്രവീൺ അത് പ്രേക്ഷകരിലേക്ക് എത്തിച്ചിട്ടുണ്ട്. നിലവിൽ ആ സ്ഥലത്ത് 12 മീറ്ററിലാണ് ഈ റോഡ് നിർമ്മാണം നടക്കുന്നത്. അത് കൃത്യമായി ഓടയടക്കം 14 മീറ്റർ ഉണ്ട്. അത് ജോർജ് ജോസഫ് പറഞ്ഞത് കറക്റ്റാണ്. 17 മീറ്റർ ആണ് അവിടെ കാണേണ്ടതെങ്കിൽ നിലവിൽ 17 മീറ്റർ ഇല്ല, 16 മീറ്ററേ ഉള്ളൂ. അവിടെ ഇനി 1 മീറ്റർ കൂടി അകലത്തിൽ ടൈലിട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അത് പക്ഷേ റോഡ് വികസനം വരുന്ന സമയത്ത് താൻ വിട്ടുകൊടുക്കാൻ തയ്യാറാണെന്ന് ജോർജ് ജോസഫ് പറഞ്ഞു. അപ്പോൾ ആ പ്രശ്നം അവസാനിച്ചു. ഇനി അറിയേണ്ടത്, ജോർജ് ജോസഫ് ആരോപിക്കുന്നത് പോലെ കോൺഗ്രസിൻ്റെ ഓഫീസ് ഈ പറയുന്ന റോഡ് വികസനത്തിന് തടസ്സമായിട്ടുണ്ടോ, അതിരിക്കുന്നത് പുറമ്പോക്കിലാണോ എന്നുള്ളതാണ്. പ്രവീൺ പുരുഷോത്തമൻ, നമ്മളെന്തായാലും ജോർജ് ജോസഫിൻ്റെ മാത്രമല്ല അളക്കാൻ പോകുന്നത്, നമ്മൾ കോൺഗ്രസിൻ്റെ ഓഫീസും അളക്കാൻ പോകുന്നു. അപ്പോൾ ജോർജ് ജോസഫ് പറയുന്ന ആരോപണം ശരിയാണെന്ന് അറിയണമല്ലോ. അപ്പോൾ പ്രവീൺ പുരുഷോത്തമൻ ടേപ്പുമായിട്ട് ഇനി കോൺഗ്രസിൻ്റെ ഓഫീസിലേക്കൊന്ന് പൊക്കോളൂ. മറ്റു ചില വാർത്തകൾ കഴിഞ്ഞതിന് ശേഷം ഞാൻ പ്രവീൺ പുരുഷോത്തമനിലേക്ക് തിരിച്ചെത്താം. അപ്പോൾ പ്രവീൺ പുരുഷോത്തമൻ ഇനി ടേപ്പുമായി കോൺഗ്രസ് ഓഫീസിന് മുന്നിലേക്ക് പോകുന്നു. അവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്നതുകൂടി പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിക്കും. അപ്പോൾ ജോർജ് ജോസഫ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ ഒരു ഭാഗം ശരിയാണ് എന്നത് പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ടാവും. അവിടെ 12 മീറ്ററിൽ കൂടുതൽ സ്ഥലമുണ്ട്. 14 മീറ്ററിലാണ് ഓടയടക്കം നിൽക്കുന്നത്. ബാക്കിയുള്ളത് 3 മീറ്ററാണ്. അതെപ്പോൾ റോഡ് വികസനം വരുന്നോ അത് സർക്കാരിന് ഏറ്റെടുക്കാവുന്നതാണ് എന്നതാണ് ജോർജ് ജോസഫ് പറയുന്നതും. അപ്പോൾ ജോർജ് ജോസഫ് പറഞ്ഞത് പാതി ശരിയാണ്. ഇനി ജോർജ് ജോസഫിന്റെ മറ്റൊരു ആരോപണമാണ്, കോൺഗ്രസ് ഓഫീസിന്റെ ഏതെങ്കിലും തരത്തിൽ പുറമ്പോക്കിലുണ്ടോ, കയ്യേറ്റം നടന്നിട്ടുണ്ടോ. അതും പ്രവീൺ പുരുഷോത്തമൻ ഒരു ടേപ്പുമായിട്ട് വരും. ഇന്ന് പ്രവീൺ പുരുഷോത്തമൻ 2 കണ്ടേ അടങ്ങും. പ്രവീൺ പുരുഷോത്തമൻ പോകുന്നു കോൺഗ്രസിന്റെ ഓഫീസിന്റെ പരിസരം കൂടി ഒന്ന് അളന്നെടുക്കാൻ.